അള്ളാഹിനെ മതി മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കും സഹോദരന്മാരെ. ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാനുള്ളത്. ഒന്ന്, ഇതപ്പം വസ്ത്രം എടുക്കുന്ന സമയമായി. ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിരുന്നോ? നിങ്ങളോട് പറഞ്ഞില്ല. കൊണ്ടോട്ടിക്കാർക്ക് കിട്ടുന്നില്ലല്ലേ? ഖുർആൻ ക്ലാസ്സിനകത്ത് റമദാനത്തെ നമ്മളെ വിളിപ്പാടകലെത്തി. ഷാബാൻ ഇതാ തീരാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് റമദാനിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. റമദാന്റെ മുന്നിലാണ്. എന്തിനപ്പം തന്നെ പറഞ്ഞു തരുന്ന റമദാൻ പാഴാവാതിരിക്കാനാണ്. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ റമദാനിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇന്നില്ല. നമ്മളൊറ്റക്കൊന്നിങ്ങനെ നിങ്ങളെ ചിന്തന വിട്ടുനോക്കി. എത്രയോ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, വലിയ രോഗികളോ വയസ്സൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇന്ന് ഖബറിലുള്ളത്. നിങ്ങളങ്ങനത്തെ ഒന്നോ രണ്ടോ ആളെ ആലോചിച്ച് നോക്കി. ഓൽന്ന് ഖബറിന്റെ ചോട്ടിലുള്ളത്. ഓൽക്ക് ഇനി ഒരു നന്മയും ചെയ്യാൻ കഴിയില്ല. നമ്മളിപ്പോൾ റമദാൻ ഇങ്ങനെ കാത്തിക്കാണ്. ഈ റമദാന്റെ തൊട്ടടുത്ത സമയത്ത് ഞാനുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർ കഴിഞ്ഞ ആഴ്ചകളിൽ മരിച്ചുപോയി. നമുക്ക് വളരെ അടുപ്പുള്ള, ഓരൊന്നും വലിയ വയസ്സുള്ള ആൾക്കാരല്ല. ഈ റമദാനെ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഓരും പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അവർക്ക് സമയമായി, പെട്ടെന്ന് രാത്രി പെയ്യും വന്നു, മരിച്ചു. അങ്ങനൊക്കെ ആയി ഒരുപാട് സംഭവങ്ങൾ. നമ്മളിപ്പോൾ അങ്ങനെ കാത്തിക്കാണ്. ഒരാഴ്ച ഇനിയുണ്ട്. നമ്മളെവിടെ എത്തുക നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എന്തായാലും ആലോചിക്കും. മണ്ണിന്റെ ചൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല. അതായിരിക്കും യാഥാർത്ഥ്യം. അതിന് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹ് നമുക്കൊരു മുബാറക്കായ മാസം തന്നതാണ് റമദാൻ. അതുകൊണ്ട് റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങാണ്ടത് എന്തൊക്കെയാണ് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയണം. ഞാൻ സത്യത്തിൽ ഖുർആൻ ക്ലാസ് കഴിഞ്ഞ ആഴ്ച പറയാൻ മറന്നു പോയതുകൊണ്ടാണ്. സത്യത്തിൽ ഇതായിരുന്നു പറയേണ്ടിയിരുന്നത്. ഒന്ന്, റമദാൻ ഖുർആന്റെ മാസമാണ്. എന്തിന്റെ മാസമാണ്? ഒന്ന് പറയുങ്ങൾ. ഷഹ്റു റമദാൻ, റമദാൻ മാസം. അത് കഴിഞ്ഞ സിയാം എന്നാണ് പറയേണ്ടത്, അല്ലേ? സിയാം, നോമ്പ്, അതാ പറയേണ്ടത്. നമ്മളൊക്കെ റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഓടല്? നോമ്പ് എന്നാണ്. അള്ളാഹു എന്താ പറഞ്ഞത്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ മാസത്തിലാണ് ഖുർആൻ ഇറക്കിയത്. അപ്പം ആ മാസത്തിന്റെ മഹത്വം എന്താണ് അറിയോ? എന്താണ്? ഖുർആൻ ഇറക്കിയത് കൊണ്ടാണ് ആ മാസത്തിന് എന്തുള്ളത്? മഹത്വമുള്ളത്. റമദാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാത്രി ഉണ്ടെന്ന് പറഞ്ഞു. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി ഉണ്ട് ഈ റമദാനിൽ എന്ന് പറഞ്ഞു. ആ രാത്രിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയോ? എന്താ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഖദ്റിന്റെ രാത്രിയിലാണ് ഈ ഖുർആനെ നമ്മൾ ഇറക്കിയത്. മനസ്സിലായോ? ലൈലത്തുൽ ഖദ്റിന് പ്രത്യേകത ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഇറക്കിയോണ്ടാണ്. അതുകൊണ്ട് ഇത് ഖുർആന്റെ മാസാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമാമാണ്. ഖുർആൻ നമ്മളെന്താണ്? ഇമാമാണ്. നമുക്ക് റൂട്ട് മാപ്പ് കാണിച്ചു തരുന്ന ആളാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, ഞാൻ റൂട്ട് മാപ്പ് അയച്ചിട്ടുണ്ട്, ഗൂഗിളിൽ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ മാപ്പ് അയച്ചു കൊടുക്കല്ലോ. പിന്നെ അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പോണത്. ജീവിതത്തിന്റെ മാപ്പാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓരോ മുഅ്മിനും അറിയണം. നമ്മൾ ഈ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ അവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇനി ഒരു കാരണവശാലും അയാൾ മുകളിലേക്ക് ഇങ്ങോട്ട് വരാം. 3 കഷ്ണം തുണി പൊതിഞ്ഞ് കാലിന്റെ അടയും കെട്ടും, തലിന്റെ അടയും കെട്ടും, പിന്നെ നെഞ്ഞിന്റെ അവിടെ അരന്റെ അവിടെ ഒരു കെട്ടും, 3 കെട്ടിട്ടി പിന്നെ കൊണ്ടുപോയി കവർ, ചെറിയ കവർ, അതിലിങ്ങനെ വെക്കണമെങ്കിൽ തന്നെ വേറെ എക്സ്പീരിയൻസ് ആണോ? ഏതില്? അങ്ങനത്തെ ചെറിയ കവറേക്കും അതിലിട്ട് ടൈറ്റാക്കി പിന്നെ അതിന് എന്ത് വെച്ചു, മൂടല് കല്ലോ അല്ലെങ്കിൽ സ്ലാവോ എന്തെങ്കിലുമൊക്കെ വെച്ച് പിന്നെ അതിൽ ചളിയൊക്കെ കുഴച്ചിട്ട് അതിൻ്റെ ദോരങ്ങളൊക്കെ അടച്ച് പിന്നെ അതിൻ്റെ പോലെ ഫുള്ള് മണ്ണ് കയറിയിട്ട് പിന്നെ ഒരു കല്ല് അവിടെയും പടിയും കുത്തി ചെടിയൊക്കെ കുത്തിയതിന് ശേഷം വെള്ളം പാർന്നതിന് ശേഷം ഒരു പറച്ചിലുണ്ട്. എന്താണ്? കേട്ടില്ല നിങ്ങൾ? ഇദാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനിൽ അദീമാനിൽ ആയിലാൻ അൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ വഅയ്ഖലാക വഅജ്ലസാക വസഅലാക. നിങ്ങൾ കേൾക്കല്ലേ? നിങ്ങൾക്ക് എന്താ അറിയല്ലോ? വഅയ്ഖലാക,
വാജ്ലസാക്ക എന്നൊക്കെ പറഞ്ഞെന്താ, നിന്നെ ഒരു ഉണർത്തും. ഈ 2 മലക്കുകൾ വന്നിട്ട് വാജ്ലസാക്ക, നിന്നെ പിടിച്ചിട്ട് ഇരുത്തും. അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം കബർക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഉള്ളിങ്ങനെ പടിയും. പക്ഷെ നമ്മളിങ്ങനെ ചിരിച്ചിക്കണം എന്തുകൊണ്ടാണ് പറഞ്ഞാൽ, എന്താ ഈ പറയുന്നതെന്ന് നമ്മക്കറിയാത്തോണ്ടാണ്. ഒരു 2 പേരും എന്നോട് ചോദിക്കും, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമൻ ഇഖ്വാനുക വമൻ അഖ്വാതുക വമാ ഖിബ്ലതുക വമാ ഇമാമുക എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് അതിനിങ്ങനെ മറുപടി പറഞ്ഞു കൊടുക്കണ്ടാവും. റബ്ബി അല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇസ്ലാമു ദീനി വൽ കഅബത്തു ഖിബ്ലതി വൽ ഖുർആനു. നിങ്ങൾ കേൾക്കല്ലേ? ആ ചങ്ങായിനോട് പറഞ്ഞു കൊടുക്കുക. ഓനക്കൊരു ഐഡിയ ഇല്ലാത്ത സാധനമാണ് എന്ത് വഴി. ഒരാൾക്ക് കോപ്പി അടിക്കാൻ പറയാണ്. 16ാമത്തെ പാഠത്തിലെ 2ാമത്തെ പാരഗ്രാഫാണ് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കൊടുത്താൽ എത്താം. ഓന് 16ാമത്തെ പേജ് തന്നെ കണ്ടിട്ടില്ല. ഓ എത്താ എഴുതുക? നിങ്ങൾ പറയും. കോപ്പി അടിച്ചുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ല, 16ാമത്തെ പേജ് 2ാമത്തെ പാരഗ്രാഫാണ്. പഠിച്ചിന് കുട്ടിയൊക്കെയാണെങ്കിൽ മനസ്സിലാവും 2ാമത്തെ പാരഗ്രാഫ് ഇതാണെന്നൊക്കെ. മറ്റോൻ എന്ത് തിരിയാൻ? ഓൻ 16ാമത്തെ പേജ് തന്നെ അറിയില്ല. ഇതേപോലെ ഓനോട് പറഞ്ഞു കൊടുക്കുക, ഓൽ ഖുർആൻ ഇമാമിന്ന്. ഓ എന്ത് ഇമാമ്? ഇന്ന് നമ്മളെ നാടിന്റെ കാഴ്ചപ്പാട് എന്താണ് അറിയോ? മരിക്കാൻ നേരത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ. അതുവരെ സുഖമായിട്ട് ജീവിക്കാം. എപ്പം പറഞ്ഞാൽ മതി? മരിച്ച ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊറ്റ പറച്ചിൽ നമ്മൾ പറയാം. അവിടെ നമ്മളത് തീർന്ന്. പിന്നെ ബാക്കിയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കമ്മിയൊക്കെ ആര് പൂർത്തിയാക്കി തരും? ആര് പൂർത്തിയാക്കി തരും? നാട്ടുകാരെല്ലാവരും പാടെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും കവറിലെത്തുമ്പോഴും അത് കഴിഞ്ഞിട്ടും വെള്ളിയാഴ്ച ഒക്കെ പാടെ ചെല്ലിട്ട് എന്താക്കും? നമ്മളെ ചവിട്ടി കുത്തി കയറ്റുന്നാണ് നമ്മൾ വിചാരിക്കണത്. അതിനിങ്ങനെ കാത്തിക്കാണ്. സംഗതി ശരിയാണ്. ഞാൻ മരിച്ച ഞങ്ങളെല്ലാവരും പാടെ കൂടി, പിന്നെ ഈ മഹമ്മൂദാക്കരച്ച വേറെ എല്ലാവരും പാടെ കൂടി, അങ്ങനെ ലാസ്റ്റ് മരിച്ചിനെ ചങ്ങായി കുടുങ്ങും. കാരണം എന്താ പറഞ്ഞാൽ ഓന് ചെല്ലാനോ ആരും ഉണ്ടാവില്ല. ഓൻ കുടുങ്ങി. ഓനേതാണാവോ? ഇതൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ വിചാരിക്കണേ. ബായി ഇത് സ്വന്തം ചെയ്യാനുള്ളതാണ്, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാനുള്ളതാണ്. എന്നാൽ ഈ ചെല്ലലൊന്നും ഓർക്ക് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഖുർആാനും ഇമാമി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അറിയും ഖുർആനായിട്ട് ഒരു ബന്ധമില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത്. ഈ ഇരിക്കണ നമ്മൾ ഇവിടെ ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിന് വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആയത്തുകൾ നിങ്ങൾ ചിലപ്പോൾ വയലിലേക്കാനൊക്കെ വരുന്നുണ്ടാകുക. പക്ഷെ ഞങ്ങളോട് വീണ്ടും പറയാണ്, നിങ്ങൾ ഖുർആനും ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കണം. നിങ്ങൾ ഖുർആനും പഠിക്കണം. ഞാൻ ഓതുന്ന ആയത്തും ഞാൻ ഇതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു തരുന്ന വീട്ടിൽ പോയിട്ട് പഠിക്കണം. ഖുർആനായിട്ട് ഇങ്ങനെ ടച്ചായി കഴിഞ്ഞാൽ ഖുർആൻ നമുക്ക് വിശാലതയിലേക്ക് തുറന്നു തരും. നമ്മളെ മനസ്സും വിശാലതാവും, അള്ളാഹുമായിട്ടുള്ള അടുപ്പുണ്ടാവും, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. ഖുർആൻ ഭയങ്കര സ്ഥാനമാണ്. ഖുർആൻ ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു തരും. ഖുർആൻ മനുഷ്യർക്ക് ഹിദായത്തിന്റെ ഗ്രന്ഥാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പിന്നെ ഹുദൻ ലിന്നാസാണ്. മനുഷ്യർക്ക് ഹിദായത്തിനുള്ള ഗ്രന്ഥാണത്. പിന്നെ നമുക്കും ഹിദായത്തുണ്ടാവൂലേ? ഹുദല്ലിൽ മുത്തഖീനാണ്. അതുകൊണ്ട് ഈ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കാതെ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ആലിമീങ്ങൾ പറഞ്ഞു കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. ആരും പറഞ്ഞു കൊടുക്കണ കാണില്ല. പക്ഷെ ഖുർആൻ പഠിക്കാൻ ഇത് നമുക്ക് പഠിക്കണ്ടല്ലോ, വേറെ ആർക്കുള്ളതാണ്. നമ്മൾ പഠിക്കണം, നമ്മൾ നന്നാവും. ഞങ്ങളോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാൻ മുമ്പൊരിക്കൽ ജാമിയ മസ്ജിദ് കാണാൻ ഡൽഹി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പറഞ്ഞു, നിങ്ങൾ നമ്മൾ ലാൽക്കിലിയും പിന്നെ ജാമിയ മസ്ജിദും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അവർക്ക് ഉറുദു ഒക്കെ കുറച്ച് കമ്മിയുള്ളതുകൊണ്ട് ഇന്ന ധൈര്യത്തിന് കൂട്ടിയതാണ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു ലാൽക്കിലൊക്കെ കണ്ടു. പിന്നെ കഴിഞ്ഞിട്ട് ജാമിയ മസ്ജിദിൻ്റെ ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറണം. അപ്പം ഞാൻ കുറച്ചടത്തിയപ്പോൾ കയറി ഇങ്ങനെ മടുത്തപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇനി ഇങ്ങനെ നേരെ കയറുക, ആ കാണുന്ന ജാമിയ മസ്ജിദാണ്. അപ്പോൾ ഒരു പകുതി കയറിയാൽ അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്. ജാമിയ മസ്ജിദ് പോയ ആൾക്കറിയാം. ഇപ്പം എന്തോ വിവാദവും ഗുലുമാലൊക്കെ ഉള്ള ആ പള്ളിയാണ്. ആ ചെറിയ പള്ളിൻ്റെ അവിടെ ഞാൻ ആ പള്ളി കയറിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, വരുമ്പോൾ ഞാൻ ഈ പള്ളിയിൽ എന്നെ വിളിച്ചാൽ മതി പറഞ്ഞു. ഓല അങ്ങോട്ട് പോയി. ഞാൻ കുറച്ച് നേരം അടങ്ങനെ ഇരുന്ന് ഉറക്കൊന്നും വരുന്നില്ല. അപ്പം ഞാൻ അവിടെ ഒരു മാഗസിൻ ഉണ്ട്, ഒരു മജല്ല ഉറുദുവിലുള്ള, അത് വെറുതെ എടുത്ത് ഇങ്ങനെ മറിച്ചൊക്കെ വായിച്ചൊക്കെ വയലിൽ കാർബുസാരി എന്ന് പറഞ്ഞത് കണ്ടപ്പം അത് വായിച്ചൊക്കെ വെറുതെ. അത് വായിച്ചൊക്കെ വൈകുന്നേരമുള്ളത് ഒരു പയ്യൻ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു. അവൻ്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായി, മുസ്ലിം പെൺകുട്ടി. അവൻ ഒരു മുസ്ലിം സഹോദരൻ, ഒരു ഹിന്ദു സഹോദരനാണ്. ഓൻ അത് വായിച്ചു. അല്ല, ഓന് ആ ഡിഗ്രി കഴിഞ്ഞ് ഓളും ആ ഡിഗ്രി അതേ ക്ലാസ്സിൽ. ഓൾ തമ്മിൽ ഭയങ്കര സ്നേഹബന്ധമായിരുന്നു. അങ്ങനെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഓളെ കല്യാണാലോചന വരുമ്പോൾ ഇവനോട് പറഞ്ഞു. അപ്പം ഇവളെ വാപ്പനായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചു വരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു പറഞ്ഞു, ആയിക്കോട്ടെ നിന്നെ കാണണം എനിക്ക് പറഞ്ഞു. അങ്ങനെ ഡൽഹി ഒരു സ്ഥലത്ത് വന്നു, പോയി രണ്ടാൾ മീറ്റ് ചെയ്തു. അയാളെ കാറിൽ വന്ന് മീറ്റ് ചെയ്തു. രണ്ടും സാമ്പത്തിക സെറ്റപ്പുള്ള ആൾക്കാരാണ്. അങ്ങനെ സംസാരിച്ചു. ഇവനെ കണ്ടപ്പോൾ നല്ലൊരു പയ്യൻ. അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനൊരു മുസ്ലിമാണ്, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ
ഇയാൾക്ക് കൊടുത്തു. പിത്താളിൻ്റെയോ മറ്റേതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇയാൾക്ക് കൊടുത്തു. ഈ പയ്യന് എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് എന്താണ് എൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കല്യാണത്തിൻ്റെ കാര്യം ആലോചിക്കാം. ഞാൻ ഒറ്റയടിക്ക് വേണ്ടെന്നൊന്നും പറയുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ആലോചിക്കും, പോസിറ്റീവായിട്ട് തന്നെ ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായി ഇയാളോട് സംസാരിച്ചു. അപ്പോൾ ചെറുപ്പക്കാരൻ തോന്നി വളരെ മാന്യമായ ഒരു കാര്യമാണല്ലോ അത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ ഈ ഖുർആൻ അങ്ങനെ വായിക്കാൻ തുടങ്ങി, ട്രാൻസ്ലേഷൻ. അതിങ്ങനെ വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതിൽ ഹരം കുടുങ്ങി. ഖുർആന്റെ ഏറ്റവും പ്രത്യേകത തുടക്കത്തിലൊരു ഐഡിയ കിട്ടൂല, വായിച്ച് ഇങ്ങനെ അതിലേക്ക് പോകുമ്പം അത് ഭയങ്കര ഹരം തരാൻ തുടങ്ങും. നമുക്ക് ഇങ്ങനെ ജിജ്ഞാസൊക്കെ തുടങ്ങും, നമുക്ക് പല സാധനത്തിനും ഉത്തരം കിട്ടിയമാതിരി തോന്നും. അതൊക്കെ ഖുർആന്റെ പ്രത്യേകതയാണ്. ഓരോ സമയത്തും ഞാൻ ഇപ്പം ഇവിടെ എടുത്ത ഖുർആൻ ക്ലാസ് അരീക്കോടെ പോയി എടുക്കുമ്പോൾ വേറെ സാധനമായിട്ട് ഉണ്ടായാലും ഇനി അത് ഞാൻ വേറെ സ്ഥലത്ത് എടുക്കുമ്പോൾ വേറെ കോലത്തിലുണ്ടാവുക. കാരണം എന്താ പറഞ്ഞാൽ അത് അതിന്റെ ആഴ്ചക്ക് ചെല്ലുന്നതനുസരിച്ച് അത് വേറെ സാധനം തരും, വേറെ സാധനം തരും. ഒരു 15 കൊല്ലം മുമ്പ് ഞാൻ സൂറത്ത് വാക്യം എടുത്തിന്, എവിടെ എടുത്തതെന്ന് ഓർമ്മയില്ല, 15 കൊല്ലം മുമ്പ്. പക്ഷെ ഞാൻ അന്ന് വാക്യം എടുത്ത പോലെയല്ല ഇന്നുള്ളത്. അന്ന് വേറെ സാധനം, ഇന്ന് വേറെ സാധനം വരും. കാരണം ഖുർആന്റെ പ്രത്യേകതയാണ് അത്. അപ്പൊ ഇയാളതിങ്ങനെ വായിച്ചു പോകാൻ ഭയങ്കര ഹരായി, അതിലിങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇങ്ങനെ ജീവിക്കണ ആരെങ്കിലും ഉണ്ടോ. അങ്ങനെ ഓരോരുത്തരിലേക്ക് നൂലിടിച്ചു നോക്കാൻ തുടങ്ങി, ഇങ്ങനെ ടാലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓനെ ഇങ്ങനെ അങ്ങ് നോക്കിയപ്പോൾ ഒരു ടീമിനെ ഓന് മനസ്സിലായി. അവരുമായിട്ട് ഓൻ സംസാരിച്ചു. അപ്പോൾ ഓനക്ക് ഇവന്റെ കാഴ്ചപ്പാടും ഖുർആന്റെ കാഴ്ചപ്പാടും ഏകദേശം ബറാബർ പോലെ തോന്നിയപ്പം ഓൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാൽ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മുസ്ലിം ആവുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരതിന്റെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. ഓൻ മുസ്ലിമായി. ഓരോ 4 മാസം അള്ളാന്റെ മാർഗത്ത് പോയി, ഈ കിതാബ് പോയിട്ട് ഈ ട്രാൻസ്ലേഷനായിട്ട്. അങ്ങനെ ആൾക്കാരെ ദാവത്തും ചെയ്യും. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ദീന് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഓൻ പള്ളിയിൽ ഇവരെ കൂടെ ഇങ്ങനെ കൂടി. മാഷാഅല്ലാഹ് 4 മാസം കഴിഞ്ഞപ്പോൾ അവനക്ക് താടിയൊക്കെ ആയി, അവനക്ക് തൊപ്പിയും ചുബിയൊക്കെ ആയി, അവനൊരു കോലൊക്കെ ആയി. ഓപ്പത്തിന് ഖുർആൻ ട്രാൻസ്ലേഷൻ വായിച്ച് തീർത്തു, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ച് തീർത്തു. അവനക്ക് ഭയങ്കര നല്ല പഠിക്കുന്ന പയ്യനാണ്. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് ലൈഫ് കുറച്ച് ഇങ്ങോട്ടായി, ഒരു 8 മാസമായി. അപ്പൊ ഈ പെണ്ണിന്റെ വാപ്പത്ത് പോയിട്ട് ഒരു ഐഡിയ ഇല്ല, പിന്നെ എന്താണെന്നുള്ളത് മെനാണ്ട് വിളിച്ചിട്ടുമില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പെണ്ണിന്റെ വാപ്പനെ വിളിച്ചു. അപ്പൊ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, ഓക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, നമ്മൾ അന്ന് മീറ്റ് ചെയ്ത സ്ഥലത്ത് നമുക്ക് മീറ്റ് ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെ ഇവൻ വന്നു ഇയാൾ നോക്കുമ്പോൾ ആകെ വൻ എന്തായിട്ടുണ്ട്, താടിച്ചിന് തൊപ്പിച്ചിന്, ഇപ്പം ഭയങ്കര സെറ്റപ്പ്. ഇയാളും കൂടി അങ്ങനല്ല, ആര് ഈ തെർജുമെന്നാളും കൂടി അങ്ങനെയല്ല ഉള്ളത്. അപ്പൊ അങ്ങനെ ഇയാൾക്ക് ഭയങ്കര അത്ഭുതം. അയാൾ കെട്ടിപ്പിടിച്ചു, ഇയാൾ ഇത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ലാസ്റ്റ് അയാൾ ഈ തെർജുമ ഇയാൾക്ക് കൊടുത്തു, ആ കുട്ടീന്റെ വാപ്പന്റെ കൊടുത്തു. ഇതാ ട്രാൻസ്ലേഷൻ തങ്ങൾ, ഞാൻ ആ ഇതിന് കാർഗുസാരിയിൽ വായിച്ചതാണ്, അത് കൊടുത്തു. അപ്പൊ അയാൾ പറഞ്ഞത് നിങ്ങൾ വെച്ചോളി. അല്ലല്ല ഇത് നിങ്ങൾ വെച്ചോളി, ഞാൻ എനിക്ക് വേറെ എന്റെ തർത്തീബുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അയാൾ വാങ്ങി. അത് വാങ്ങിയപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങളെ മോക്കൊന്ന് കൊടുക്കണം കേട്ടോ പറഞ്ഞു വായിക്കാൻ. ആർക്ക് നിങ്ങളെ മോക്കൊന്നത് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ പറഞ്ഞു, ഓളയിൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ലൈഫാണ് ഓളത്, അതുകൊണ്ട് ഓക്ക് ഇതൊന്നും നിങ്ങൾ കൊടുത്താളി, ഓളെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചേക്കും. ഞാൻ എന്തായാലും ഇനി ഓളും ഞാനും പാടുള്ള ഒരു ജീവിതത്തിനെ പറ്റി ഞാൻ പ്രതീക്ഷിക്കില്ല. കാരണം എനിക്ക് കുറച്ചും കൂടി ദീനിയായി പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റിയൊരു സ്ത്രീനെ, ഒരു കുറച്ചും കൂടി ദീനിയായ അറിവുള്ള ഒരു പെണ്ണിനെ ഞാൻ ആഗ്രഹിക്കണേ. ഓൾക്ക് നിങ്ങളൊരു ദീനിയായ നല്ല ഭർത്താവിനെ കണ്ടെത്തിക്കൊള്ളി എന്ന് പറയുമ്പോൾ ആ കിതാബും കൊടുത്ത് ഇവൻ തടിയെടുത്തു. അതാണ് അതിലുള്ളത്. ആ കാർഗുസാരി ഞാൻ വായിച്ചത്. ഇപ്പോഴും സ്ഥലം ഓർമ്മയുണ്ട്, സന്ദർഭം ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞത് ഖുർആൻ ഒരാളെ ജീവിതത്തിന് മാറ്റം വരുത്തുകയും, പക്ഷെ ഖുർആൻ പഠിക്കണ്ടെന്ന് നമ്മൾ ആരോടോ പറഞ്ഞ മാതിരി നമ്മൾ ഖുർആൻ അല്ലാത്തതൊക്കെ പഠിക്കും, ഖുർആൻ മാത്രം പഠിക്കൂല. പൈസ എത്ര ചെലവാക്കും കൗൺസിലിങ്ങിന് വേണ്ടി, പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി, എന്തൊക്കെയോ സംഗതിക്ക് വേണ്ടി നമ്മൾ പൈസ ഇഷ്ടം പോലെ ചെലവാക്കുന്നുണ്ട്. എന്താവാനാ? ഒന്നും ആവില്ല. പൈസ പോവാന്നല്ലാതെ ഒന്നും നടക്കില്ല. പക്ഷെ ഖുർആനിലേക്ക് ഇങ്ങനെ ബന്ധപ്പെട്ടാൽ ഖുർആൻ മനസ്സിന് വിശാലത തരും. എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നലിന് ആദ്യം അവനെ രക്ഷപ്പെടുത്തും. എന്ത്? ഖുർആൻ. എനിക്ക് ആരുണ്ട്? അള്ളാന്റെ വെൽപ്പ് അറിയും. നമുക്കൊക്കെ അള്ളണ്ട് എന്ന് പറയാനേ അറിയുള്ളൂ. വിശാലമായ അർത്ഥത്തിലുള്ള അള്ളാനെ അറിയാം. എപ്പം? ഖുർആനോട് പഠിക്കുമ്പം അള്ളാന്റെ കുതിർത്തും അവൻ ചെയ്ത നടപടികളും അവനെ വെല്ലുവിളിക്കാൻ ആരുമില്ല എന്നൊക്കെ നമുക്ക് തോന്നുമ്പം അത്ര ശക്തിമാനായ ഒരു അള്ളാന്റെ അടിമയാണ് ഞാനെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് സഹാബാക്കളെ തിരുത്തിയ സാധനമാണ് എന്ത്? ഓരത്ര അവസ്ഥയിൽ ജീവിച്ച ആൾക്കാരല്ലേ. ഓരോ 23 കൊല്ലം കൊണ്ട് ഇത്ര ഉത്കൃഷ്ടരാക്കിയത് ഈ ഖുർആനാണ്. ഈ ഖുർആൻ നമ്മളെ കൈമേലുണ്ട്. സത്യം പറഞ്ഞാൽ ഒരാൾ ഫാത്തിഹ ഓതിയാൽ പിന്നെ അടുത്ത് ഓതുന്ന സൂറത്ത് മിക്കവാറും ആൾക്കാർ ഇന്നാത്തിനാക്കൽ കൗസറാണ്. കാരണം ഖുർആനിലെ ഏറ്റവും ചെറുതാണ്. പോണല്ലോ നമുക്ക്.
അതിന്റെ അർത്ഥം കൂടി നമുക്കറിയില്ല. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. 3 ആയത്തേ ഉള്ളൂ അതിന്റെ ഫുൾ അർത്ഥം. അതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാത്ത എത്രയോ ആൾക്കാർ 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സ് 35 വയസ്സ് 40 വയസ്സൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇല്ലേ? നിങ്ങൾ നോക്കി, നമുക്കറിയില്ല. എപ്പോഴും ഓതുന്നതാണ് കുല്ലുല്ലാഹു അഹദ്. അറബികൾ ചോദിച്ചതാണ് ഉൻസുബ്ലന റബ്ബക്, നിന്റെ റബ്ബിന്റെ നസബ് കുടുംബ പരമ്പര എന്ന് പറഞ്ഞുകൊണ്ടെന്നുണ്ട്. കാരണം അറബികൾ ഭയങ്കര പരമ്പരന്റെ ആൾക്കാരാണ്. ഏത് ഇങ്ങനെ പരമ്പര പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോഴും ഉണ്ടോ അല്ലെ കബീലകൾ, സെഹ്റാനി ഖഹ്താനി ഹാമിദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഭയങ്കര സെറ്റപ്പ്. എപ്പോഴും ഏത് കാലത്തുള്ളതാണ് അതൊക്കെ, ഇപ്പോഴും ഉണ്ടാവും. കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് അവർ. ഓരോ പേരിന്റെ ബാക്കിലൊക്കെ ഉണ്ടാവും. നമ്മളിവിടെയൊക്കെ ഫൈസി ദാരിമി ഖാസിമി അത് കൗസരി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണ പോലെ അറബി പണ്ഡിതന്മാരൊക്കെ ബാക്കിൽ ഉണ്ടായാലും എന്തേക്കും ഒക്കെ ഓരോ കുടുംബത്തിന്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പേരുകൾ ഉണ്ടാകുക. ഇപ്പോൾ അത് കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഓർക്ക് അള്ളാഹിനെ പറ്റി പറഞ്ഞ ഓരോ എന്താ ഇപ്പൊ അതിന്റെ പരമ്പര. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു. അതിന്റെ അർത്ഥം കൂടി ഞമ്മക്കറിയില്ല. സത്യത്തിൽ ഇത് ഞാൻ സത്യം പറയാം, വർഷങ്ങളായി നമ്മൾ യാസീനോദന്, നമുക്ക് യാസീന്റെ അർത്ഥം അറിയില്ല. എത്തപ്പം ഇതിന്റെ കഥ അതങ്ങനെ ഓതാനുള്ള ഒരു കിതാബായിട്ട് കൊണ്ടെടുക്കാൻ. അതുകൊണ്ട് ഇത് റമദാൻ വരികയാണ്. എനിക്ക് നിങ്ങളോട് ഞാൻ വല്ലാതെ പറയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖുർആൻ ഖത്തം ഓതണം. തീർച്ച അത് ഓതിയാൽ പ്രതിഫലമുണ്ട്, സംശയിക്കണ്ട. 100%. ഒരാൾ ഒരു ഹർഫ് നമസ്കാരത്തിൽ ഓതിയാൽ അയാൾക്ക് 100 നന്മ കിട്ടും. ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ 50 നന്മ കിട്ടും. ഉളുവോട് കൂടി ഓതുകയാണെങ്കിൽ 25 നന്മ നിസ്കാരത്തിന്റെ പുറത്ത്. ഒരാൾ ഉളു ഇല്ലാത്ത ഓതിയാൽ 10 നന്മ കിട്ടും. ഒരാൾ ഖുർആൻ ഓതിനെ കേട്ടാൽ 1 നന്മ കിട്ടും. ഖുർആനിൽ എത്ര ഹർഫുള്ളത്, ഫാത്തിഹയിൽ എത്ര ഹർഫുണ്ട്. അപ്പൊ ഓതിയാൻ നന്മ കിട്ടൂല, നിങ്ങൾ ആരും സംശയിക്കണ്ട. ഉറപ്പായിട്ടും കിട്ടും, ഓതും വേണം. പക്ഷേ 2 ഖത്തം 3 ഖത്തം 5 ഖത്തൊക്കെ തീർക്കുന്ന ആൾക്കാരുണ്ടാവും ഇതിൽ. നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് എന്താണെന്ന്, ഒരു ഖത്തം നിങ്ങൾ ഓതിക്കോളി, നോക്കിയിട്ട് തെറ്റില്ലാതെ. ബാക്കിയുള്ളത് നിങ്ങൾ ഖുർആന്റെ തഫ്സീർ പഠിക്കും, ഏതെങ്കിലും പരിഭാഷ വെച്ചിട്ട്. പക്ഷെ പരിഭാഷന്റെ കൂട്ടത്തിൽ ആര് വേണമെന്നാൽ വെറും ഗൂഗിൾ മാപ്പ് പോയാൽ ചിലപ്പോൾ തോട്ടിലൊക്കെ എത്തും. മനസ്സിലായില്ലേ? പാടത്തൊക്കെ എത്തിയിട്ട് പറയും കഴിഞ്ഞെന്നറിയും. ഏത് നിങ്ങൾ പറഞ്ഞ സ്ഥലത്തി അറിയും. ഒരു സ്ഥലത്തിൻ്റെ പാടത്തിന്റെ നടുക്ക് എന്നുവെച്ചാൽ റോഡ് ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ സ്ഥലം പറയില്ല. ഞാൻ നമ്മളൊരു ചങ്ങായി മാപ്പ് ഇട്ട് വന്നിട്ട് നടുക്കത്തിരി വിളിക്കണ്ടോനെ, എടാ ഇവിടെ നടുക്കെത്തിയ പാടത്തിന്റെ ഏടെ എന്റെ പേരാന്ന്. കാരണം ഓൻ അയച്ചെടുത്ത മാപ്പാണ്. മാപ്പ് ആട്ടുമുട്ടൊക്കെ കൊണ്ടുപോകും. അപ്പൊ എപ്പോഴും നാട്ടുകാരുണ്ടാവും അവിടെ ഇവിടെയൊക്കെ പീടിയല് തൊള്ളർന്നിങ്ങനെ എന്ത് ചെയ്യണോ, മാപ്പിന്റെ കൂട്ടത്തിൽ ചോദിക്കും കൂടി വേണം അതെങ്ങനെ അങ്ങനെ നല്ലേന്ന്. ഇതേപോലെ ഒരു ആലിമിനെ വെച്ചിട്ട് വേണം തഫ്സീർ വായിക്കാൻ. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത്, കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ, സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും താറും വിപരീതം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വൈരുദ്ധ്യം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പെൻസിലോട് മാർക്ക് ചെയ്യാം. വേഗം അടുത്ത ആലിമിനെ വിളിക്കുക, അല്ലെങ്കിൽ ആലിമിനോട് ചോദിക്കുക, എന്താണ് ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ, അവിടെ എങ്ങനെ ഉണ്ടല്ലോ, എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അയാൾ വളരെ കൂളായിട്ട് പറഞ്ഞത് ഇത് ഇങ്ങനെ നമുക്ക് പിന്നെ മുന്നോട്ട് പോവാം. അങ്ങനെ ഉലമാക്കളോടുള്ള സഹവാസത്തോടു കൂടി നിങ്ങൾ തഫ്സീർ വായിക്കും. എന്തായാലും വായിച്ച് പഠിക്കണം. അതൊരു ലക്ഷ്യമാക്കി എടുക്കണം. അല്ലാണ്ട് വെറുതെ ഒരു ആവേശത്തിൽ വായിച്ചിട്ടേച്ച് പോവില്ല. ഖുർആൻ കുറച്ച് പഠിച്ചു അയാൾ മരിച്ചു, അയാൾ നാളെ ആലിമീങ്ങളെ കൂട്ടത്തിൽ അയാൾ അള്ളാഹു പുനരുദ്ധാരണം നടത്തും. അതുകൊണ്ട് ഖുർആൻ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞാൽ, റമളാനിലെ മുഴുവൻ ഫർളുകളും മസ്ജിദിൽ നിന്ന് നിസ്കരിക്കണം. മുമ്പും പിമ്പുള്ള സുന്നത്തുകളോട് കൂടി. ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കണം. എന്നുവെച്ചാൽ അത്രയും നേരത്തെ പോവുക. നമ്മളൊക്കെ ഉണ്ടല്ലോ വെറുതെ ഒരു ലൂറിനൊക്കെ ഇങ്ങനെ കാത്തിക്കല്ലതാ. ലൂറൊക്കെ പള്ളിയിലെത്തിയിട്ട് ബാങ്ക് കേൾക്കുക, ഉളു എടുത്തിട്ട് പള്ളിയിലെത്തിയിട്ട് പറഞ്ഞാൽ ഈ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ആൾക്കാർ. മനസ്സിലായില്ല? അങ്ങനെ റോഡുമ്പോൾ പോണ ആളൊക്കെ നോക്കിയിട്ട് ഓൻ എപ്പോഴോ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇക്കാമത്ത് എടുക്കുമ്പോഴേക്ക് പാഞ്ഞെന്ന് ഉളു ഉണ്ടാക്കല്. അതല്ല, ഉളു എടുത്തിട്ട് പള്ളിയിലെത്തുക, അപ്പം ബാങ്ക് കൊടുക്കുക, വേഗം നിസ്കരിക്കുക, ബാക്കി കുറച്ച് സമയം ഉണ്ടാവും പോവുക, ദിക്ർ ചെയ്യുക, അമലുകൾ ചെയ്യുക. പള്ളിയിൽ അധികമായി റമളാനിന് സമയം ചെലവാക്കുക. എഴുത്തിക്കാഫിലായിട്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവായിട്ട് അടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഏത്? മസ്ജിദുകൾ. പള്ളിയിൽ ഈമാന്റെ വാസസ്ഥലാണ്, മുഅ്മിനീങ്ങളുടെ വാസസ്ഥലാണ്. ഈമാനുണ്ട് നിങ്ങൾ സാക്ഷ്യം വഹിച്ചോളി പള്ളിയിൽ നിൽക്കുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് റമളാനിൽ നമ്മൾ പള്ളിയിൽ അധികമായി സമയം ചെലവാക്കുക. 1 മുതൽ ഇരിക്കാൻ പറ്റുന്ന ഒരു തടസ്സമില്ലാത്ത പള്ളി വന്നിരുന്നോളി. എപ്പോഴെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പേരെ പോയിക്കോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അധികം പള്ളിയിൽ തന്നെ ആയിക്കോട്ടെ.
ചിലർ ജോലിക്ക് പോകുന്ന ആളുണ്ടാവും, ജോലി കഴിഞ്ഞ് മസ്ജിദിൽ വന്ന് തറാവിസ്കാരൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഖുറാനൊക്കെ ഓതി പള്ളിയിൽ തന്നെ കിടന്നോളി. നമ്മളെ മസ്ജിദുകളിലൊക്കെ മാഷാ അല്ലാ റമളാനിൽ ഇതാ പള്ളിന്റെ ഉത്തരവാദികളോട് ഞാൻ പറയാണ്, റമളാനിൽ പള്ളി പൂട്ടരുത്. പൂട്ടരുത് പറഞ്ഞാൽ നായി കയറാക്കാൻ പൂട്ടാം, അല്ലെങ്കിൽ വേറെ ഒന്നിന്. പക്ഷേ മനുഷ്യർക്ക് ഇബാദത്തിന് തടസ്സം ഉണ്ടാകുന്ന കോലത്തിൽ ഒരു പള്ളിയും പൂട്ടരുത്. മനസ്സിലായോ? പള്ളിന്റെ ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്. പള്ളി ഒരാൾക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് തോന്നിയാൽ, ഇനി ഒരാൾക്ക് കിടക്കണം എന്ന് പറഞ്ഞാലും റമളാനില എന്തുണ്ട്, സകല ചൈത്താന്മാരും കെട്ടിയിരുന്ന മാസത്തിൽ നമ്മൾ ഒരു ചൈത്താനാവാൻ വെക്കണ്ട. മനസ്സിലായില്ലേ? നോമ്പുകാരെങ്കിലും വന്നാൽ അവർക്ക് അത്താഴത്തിനുള്ള തർത്തീബ് ഉണ്ടാക്കി കൊടുക്കണം. ആരെ പണിയാണ്? അത് നാട്ടുകാരെ പണിയാണ്. ഇപ്പൊ ഈ ഹോട്ടലൊക്കെ ഇപ്പം വന്നതാണ്, മുസ്ലിമീങ്ങളെ പണിയാണ്. പള്ളിയിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ ചോദിച്ചില്ലേ, ഇയാൾക്കാരാണെന്ന് രാത്രി ഇയാൾ ഭക്ഷണം കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ചില്ലേ? അതുകൊണ്ട് ഭക്ഷണം റമളാനിൽ വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ള തർത്തീബ് ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? പള്ളിയിൽ ആളുകൾ ഇങ്ങനെ വരണം, പണിയൊക്കെ കഴിഞ്ഞ ആൾക്കാർ പള്ളിയിൽ വരിക, നോമ്പ് കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കാം. പൈസ എവിടെയൊക്കെ ചെലവാക്കുന്നുണ്ട്. നല്ല മനുഷ്യന്മാർക്ക് ഇബാദത്തിനുള്ള സമയം കൊടുക്കും, പള്ളിയിൽ ഇരിക്കട്ടെ. ഏറ്റവും നല്ല സമയം ഏതാണ് അറിയാം നിങ്ങൾക്ക്? മഗ്രിബ് ടു ഇശാന്റെ ഇടയിലുള്ള സമയമാണ് റമളാനിന്റെ ആ കാമ്പുള്ള സമയം. കാരണം എന്താ അറിയോ? ഒരു ശല്യം ഉണ്ടാവില്ല, ഫോണും വരൂല, ഒന്നും വരൂല. എന്താ കാരണം? എല്ലാവരും ഇവിടെ പത്തിരിമേലും ഇറച്ചിമേലൊക്കെ കവുന്നടന്ന് വീണ് മാന്തി വലിച്ചിന്റെ നേരാണ്. അപ്പൊ റാഹത്തായിട്ട് എന്ത് ചെയ്യാ? ഇബാദത്ത് ചെയ്യാ. ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഹുദയിൽ വന്നിട്ടുണ്ടാവും. ഹുദയിൽ മഗ്രിബ് കഴിഞ്ഞാൽ ഒരു ലൈന് 1-2 സഫ് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും. എന്ത് മഗ്രിബ് കഴിഞ്ഞാൽ അങ്ങനെ ഓതുണ്ടാവും. കുറെ ആൾക്കാർ നിസ്കരിക്കുന്നുണ്ടാവും. അവ്വാബീൻ എന്ന് പറഞ്ഞ നിസ്കാരമുണ്ട്, 6 റക്അത്ത് നിസ്കാരം. അത് ഒരാൾ മഗ്രിബ് ഇശാന്റെ ഇടയിൽ നിസ്കരിച്ചാൽ 12 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഉണ്ടാവും അയാൾക്ക്. റമളാൻ മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും ഉള്ളതാണ്. പക്ഷെ റമളാനെങ്കിലും നിസ്കരിക്കുക, ഓതാ, കുറച്ചെന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും സാധനം കുടിക്കുക, തറാവീഹ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അല്പം കഴിക്കുക. മനസ്സിലായോ? ഭക്ഷണത്തിന്റെ മാസമല്ല ഏത്. നമ്മളെന്താ റമളാൻ മാസം കൊണ്ട് ബെരട്ടെന്ന് അതിങ്ങനെ മടക്കത്തെ കുത്തി കയ്യൊക്കെ കയറ്റിച്ച് ഇങ്ങോട്ട് ബാടാജി അന്നെ ശരിയാക്കിയ മില്ലിലൊക്കെ ഫുള്ള് തിരക്കാണ്. മനസ്സിലായില്ലേ? ഇറച്ചിപ്പീടെ കണ്ടാലും വിചാരിക്കും നമ്മൾ എന്ത്, ഇവരൊക്കെ ജയിലിൽ നിന്ന് തുറന്നിട്ടിട്ട് ഇവർ ആദ്യമായിട്ട് എന്ത് കാണാണ്. ഈ ഒന്നാമത്തെ നോമ്പിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഇറച്ചിക്ക് ഇങ്ങനെ തിരക്കൂറിനാണ്. ഇവൻ ഇന്നലെ അന്തിക്കും ഫുള്ള് ഇറച്ചി നമ്മൾ തിന്നണേ, പ്രത്യേകിച്ച് മലപ്പുറംകാര്. അതുകൊണ്ട് ചങ്ങായിമാര് റമളാനിലൊക്കെ കുറച്ചാളി, റമളാൻ കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങാൻ വെക്കേ. അതുകൊണ്ട് ഭക്ഷണം കുറയ്ക്കും. നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ വേറൊരു ഭാഗമാണത്. ഉലമാക്കൾ എഴുതുന്നുണ്ട്, അമിതമായി തിന്നിട്ട് നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തരുത്. കാരണം തറാവീഹൊക്കെ കണ്ട് പിന്നെ നിന്ന് കഴിഞ്ഞിട്ട് ചിലർക്ക് വലിയ ഫിക്കറിൽ കത്തൊക്കെ തീർക്കണം എന്നൊക്കെ പറയും. പിന്നെ 2 ദിവസം കഴിഞ്ഞാണ്ടോ അപ്പുറത്തെ പള്ളിയിൽ. എന്താ കാരണം? അവിടെ അലന്തരയാണ്. കാരണം ഇപ്പം ഈ പള്ളൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് ഓനോടാവില്ല, എന്നാ അവൻ നിസ്കരിച്ചാക്കാൻ കഴിയണമില്ല. മനസ്സിലായി? പെരവി കിടന്നിറങ്ങാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഏത് റമളാൻ മാസല്ലേ പഠിച്ചാനെ തറാവി. അപ്പൊ ആ കുത്തി മറിഞ്ഞ് ഒപ്പിച്ച് ചില പള്ളിയൊക്കെ ഉണ്ട്, ഒരു ഒറ്റ പോക്ക്, ആമീന്ന് മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ അലന്തര കൈമാറുന്ന ഒറ്റ പോക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും സല്ലു അലൻ നബിയിൽ. അത് നല്ല മഹ്റജോട് കൂടി തജ്വീദോട് കൂടിയിട്ട് അതിങ്ങനെ ചെല്ലണ കാണാം. ആ നേരത്തെ ഇതൊരു മര്യാദയ്ക്ക് എന്തോതിയാ മതി, എന്തോതിയാ മതി, പാത്തിയൊക്കെ ഓതി അത് നിസ്കരിച്ചാൽ പോരെ? അതില്ല, ടൈമൊക്കെ കറക്റ്റാക്കി തരും എല്ലാവരും. പക്ഷെ അത് കാലൊക്കെ നീട്ടിയിരുത്തി ഞമ്മക്ക് പറ്റിയത് ഇത് പള്ളറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാലൊക്കെ നീട്ടിയിരുത്തി ഇങ്ങനെ സെല്ലുവനമ്പിയൊക്കെ ചെല്ലിക്കോളിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. ഇശാ തറാവി കഴിഞ്ഞിട്ട് ഒരല്പം ആഹാരം കഴിച്ചാൽ മതി, അല്പം. നമുക്ക് വെറുതെ തോന്നുന്നുണ്ട് രാവിലെ പട്ടിണി കിടന്നല്ലേ എന്ന്. ഓരോ ചിന്തക്കും 5 ഒത്തിരിയാണ്. മനസ്സിലല്ലേ? അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. അവിടെ ചില ആൾക്കാരൊക്കെ പറയും ദുആലെങ്ങാനും ഒരു ഫലസ്തീൻ വിട്ടുപോയാൽ അടിച്ചു കൊല്ലും ആൾക്കാർ. ഇവിടുത്തെ ഫലസ്തീന് ദ്വാരക്കാത്ത കഴിക്കും. അപ്പൊ പൊള്ളച്ച് തിന്നണം. ഐറ്റങ്ങൾ തിന്നണേ ഇല്ല. അന്ന് നമുക്ക് ഓർമ്മയില്ല. ദ്വാരക്കാഞ്ഞിട്ട് മാത്രമേ പ്രശ്നം ഉണ്ടാകുക. ഐറ്റങ്ങൾ തിന്നണേ ഇല്ല. നമ്മൾ പത്തിരി തിന്നണോ, സമൂസ തിന്നണോ, കട്ട്ലേറ്റ് തിന്നണോ എന്നൊക്കെയുള്ള തിരക്കിലുള്ളത്. ഐറ്റങ്ങൾക്ക് തിന്നാൻ തന്നെ ഇല്ല, ചൂല് നിൽക്കില്ലേ. അതുകൊണ്ട് റമളാനിൽ കുറച്ച് തിന്നാം, ഇബാദത്തിന് കൂടുതൽ സമയം ചെലവാക്കുക, പള്ളിയിൽ സമയം കൊടുക്കുക. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോവുക. അവസാനത്തെ 10 പൂർണ്ണമായിട്ടും പള്ളിയിലിരിക്കുക. ഇനി അടുത്ത വർഷം ഖബറിന്റെ ചോട്ടിലാണെങ്കിലോ മണ്ണിന്റെ ചോട്ടിലാണെങ്കിലോ. ശൈത്താനാണെങ്കിൽ റമളാൻ കയറി നമുക്കൊരു പണിയലുണ്ട്.
എന്താ അറിയോ, ഒന്നാമത്തെ റമദാനിൽ ഫുൾ ഫിക്രയ്ക്കും ഓത്തേക്കും അങ്ങനെ ഒരു ജുസ് തീർക്കും. ഇനി അടുത്ത് സയഖൂലു സുഫഹാ ആണ്, അത് നാളെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കും. അങ്ങനെ നാളെ പിറ്റേന്ന് നിന്നിട്ട് സയഖൂലു സുഫഹാവ് തുടങ്ങും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തിൽക്കർ റസൂലിന്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തും. അപ്പൊ 2 ദിവസമായി. മൂന്നാമത്തെ നോമ്പിൽ അന്ന് ഏതെങ്കിലും ആളെയും വന്ന് തൽക്കാരം വന്ന് അതിലെ വന്ന് ഇതിലെ വന്ന് ആ ജുസ് അന്ന് ഓതാൻ പറ്റില്ല. പിന്നെ നാലാമത്തെ ദിവസം പോയില്ലെങ്കിൽ 2 ജുസ് ബാക്കിലേക്കായി. പിന്നെ അങ്ങനെ ആട് തട്ടിമുട്ടിവനോ തൽക്കാലം തട്ടിയൊപ്പിച്ച് ഓതിയൊരു 6 ജുസൊക്കെ ഓതി ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ ഒരു 2-3 ജുസും കൂടി പോയാൽ അങ്ങനെ കണക്കൂട്ടുമ്പോൾ ഇതെന്തായാലും ഈ കൊല്ലം പിടിച്ചാൽ ഈ സാധാരണ 200 മീറ്റർ ഓട്ടത്തിനൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓടും. അപ്പം മുന്നിലൊരു 3-4 ആൾ ഓടിയായാലും ഇപ്പം ബാക്കിലായാലും ഇപ്പം മനസ്സിലാവും ബലഞ്ഞ് പിടിച്ചാൽ കിട്ടൂല. പൗതിയൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ പോകണതാണ്. കണ്ടില്ല, ഇങ്ങനെ അങ്ങോട്ട് കയറിൻ്റെ അടുത്തേക്കൊന്നും പോകില്ല. ഓൻ ബൈക്കെന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ പോകും. ഇതേപോലെ നമ്മൾ ശൈത്താൻ നമ്മളോട് പറഞ്ഞല്ലോ, ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തെ റമളാൻ അങ്ങോട്ട് വരട്ടെ എന്നറിയും. എല്ലാ കൊല്ലവും അത് പറഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ടുപോകാണ്. അതുകൊണ്ട് ഈ കൊല്ലം ആദ്യം തന്നെ പറയാം, ഞാൻ അടുത്ത കൊല്ലം എന്ന് പറയാൻ നിൽക്കണ്ട. ഞാൻ എവിടെയാണ്? ഞാൻ ഖബറിന്റെ വീട്ടിലാണ്. ഞാൻ മരിക്കൂല പറയാൻ പറ്റൂലല്ലോ. ആരാ കണ്ടുപോയി? കഴിഞ്ഞല്ലോ നമ്മളെ കൂടെയുള്ള എത്ര ആരോഗ്യവാന്മാരായ ആൾക്കാർ ഖബറിലെത്തി. എത്തിയില്ലേ? ഓലും കഴിഞ്ഞല്ലോ വിചാരിച്ചിട്ടുണ്ടാവൂലേ ഈ കൊല്ലം ഉസാറാക്കാന്ന്. അതുകൊണ്ട് സത്യസന്ധമായി നിങ്ങൾ ആലോചിക്കും, മരിച്ചുപോയ കുടുംബട്ടോ. അതുകൊണ്ട് ഈ കൊല്ലം എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവസാനത്തെ 10 ഫുൾ ഇറ്റിക്കാഫിരിക്കണം. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ചെയ്യൂല ഇൻഷാ അല്ലാഹ്. ആരൊക്കെ ചെയ്യേ? ഒന്ന് കയ്യൊന്നിച്ചോളി. മാഷാ അല്ലാഹ്, അല്ലാഹ് കബൂലാക്കട്ടെ. എത്ര കാര്യം ഇപ്പം? ഒന്ന് ഖുർആൻ ഖത്തം തീർക്കണം, അതിന്റെ കൂട്ടത്തിൽ തഫ്സീറൊക്കെ വായിക്കണം. രണ്ടാമത്തേത് മുമ്പും പിമ്പുള്ള സുന്നത്തുകളോട് കൂടി പള്ളിയിൽ ഇമാം ജമാഅത്തായി നിസ്കരിക്കണം. തറാവിസ്കാരം ഒരൊറ്റ കാരണവശാലും മുടക്കരുത്. അതിന് മുടക്കണ സാധനത്തിന്റെ പേരെന്താരോ? അമ്മായിമ്മന്റെ തക്കാരം. മുത്തച്ഛനായിന് എന്നാലും ഉണ്ടാവും. അമ്മായിമ്മക്ക് പാവം അതിനൊരു പൊറുതിയുണ്ടാവും. എന്ത് മരോനെ വിളിച്ചാൽ, കാരണം മുമ്പേ വിളിച്ച് പരിചയമുള്ളതല്ലേ. മുമ്പ് നെയ്യും പൈസയൊക്കെ കൊടുത്തിങ്ങി ഇപ്പൊ ഒന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഒരു സൽക്കാരം തരും. ഇ제 പെങ്ങളോടുക്ക്, ഇതേ ഭാര്യന്റെ കൊടുക്ക്, ഇളച്ചിന്റെ കൊടുക്ക് വിളിച്ചാൽ അങ്ങനെ പോക്കാൻ ഒന്നും ഒരു കുഴപ്പമില്ല. റമളാനിൽ അങ്ങനത്തെ പരിപാടി ഇല്ല ഭായി. അങ്ങനത്തെ നോമ്പൊറിയില്ല, അങ്ങനത്തെ നോമ്പ് തുറക്കാൻ പോകലുമില്ല. ആരും തുറപ്പിക്കും വേണ്ട. തുറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാല് എന്ത് ചെയ്യാ? പള്ളിയിൽ വരുന്ന മോമിനിങ്ങളുണ്ടല്ലോ, ഓൾക്ക് എന്തെങ്കിലും കൊടുത്തേക്കി. കുടുംബ ബന്ധക്കങ്ങൾ റമളാൻ കഴിഞ്ഞിട്ട് ചേർത്തോളി, ഇല്ലെങ്കിൽ വേറെ വകുപ്പിൽ ചേർത്തോളി. നോമ്പ് തുറക്കാൻ പോയുള്ള അവസ്ഥ എന്താരോ? ആ വീട്ടുകാർക്ക് നോമ്പ് അന്നത്തെ തറാവിയും അന്നത്തെ മഗ്‌രിബും ഇശായും ഒക്കെ കട്ട പുകയ്ക്കും ആ വീട്ടിലെ സ്ത്രീകൾക്ക്. കാരണം അവർക്ക് പൊരിച്ചണം, കരിച്ചണം, പിടിക്കണം, അതാക്കണം. ഇനി ഒന്നുമില്ലെങ്കിൽ ഒക്കെ പുറത്തുനിന്ന് വാങ്ങലാണ് പറഞ്ഞാലും അത് വിളമ്പലും ആക്കി അയച്ചാൽ എന്തായാലും ഉണ്ടാവും. നമ്മളുടെ പോയിട്ടുണ്ടാവും. കാരണം ഭാര്യ വീട്ടിൽ അന്ന് എന്തായാലും നിൽക്കാണ്ടാവില്ല. അപ്പൊ നമ്മളെ പേരേക്ക് വരും. പോരിന വയ്ക്കും എന്തുണ്ടാകുക? തറാവിസ്കാരം ഉണ്ടാകുക, അല്ലെങ്കിൽ അതുണ്ടാകുക, ഇതുണ്ടാകുക. ചുരുക്കത്തിൽ അന്ന് ടെൻഷൻ ആയിക്കും. ഒരു റമളാനായിട്ട് പോയി കിട്ടും. അതുകൊണ്ട് പോയി ആദ്യം എന്നെ തീരുമാനിച്ചേക്കാം, റമളാനിൽ അങ്ങനത്തെ വലിയ പരിപാടികളും ജഗപൊക്കും ജാടിയൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ എന്നെ മരുവനൊക്കെ നോമ്പുറപ്പിക്കാൻ അതിനൊക്കെ ഇക്കുമത്തുണ്ട്. പള്ളി വരിക, തുറക്കുക, വേഗം പോയി മരുവ് കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം താക്കുക, അല്ലെങ്കിൽ അവനോട് പറയാം ഇശ കഴിഞ്ഞ് നമുക്ക് കഴിക്കാം തറാവി കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ തുറപ്പിക്കൽ ഉണ്ടാക്കിയോളി. വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിസ്കാരം നഷ്ടപ്പെടുത്തരുത്, തറാവി നഷ്ടപ്പെടുത്തരുത്. നാലാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികമായി ദുആ ചെയ്ത മാസാണ് എന്ത്? റമളാനിൽ. ഭയങ്കരമായിട്ട്. കാരണം ദുആ കബൂലാകുന്ന മാസാണ്. നോമ്പുകാരൻ നോമ്പ് തുറക്കണ വരെ അവന്റെ ദുആ കബൂലാവും. പിന്നെ രാത്രിയിൽ ദുആ കബൂലാവും. അതുകൊണ്ട് ദുആ ഭയങ്കരമായിട്ട് ചെയ്യാം. എന്നെ ചോദിക്കാം, ഏതെങ്കിലും ഒരു ഗഡി ഒരു നിമിഷം ഉണ്ടാവും ആ ദുആ കബൂലായ നമ്മളെന്താവും? നമ്മൾ രക്ഷമാവും. അതുകൊണ്ട് ദുആ മിതമായി ചെയ്യണം. ഭയങ്കരമായിട്ട് മലയാളത്തിലും അറബിയിലും ഒക്കെ ദുആ ചെയ്യാം. രാത്രികളിൽ അത്താഴത്തിന്റെ സമയത്ത് തഹജ്ജുദ് ഒരിക്കലും മുടക്കരുത്. അത്താഴത്തിന് ഏതായാലും എഴുന്നേക്കും. അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാൻ, ഇല്ലെ 4 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കണ്ടിട്ട് എഴുന്നേക്കാം. ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്ത മാസം റമളാനാണ്. ആര്? നബിതങ്ങൾ ശാസ്ത്രങ്ങൾ ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു. കാരണം തങ്ങളോട് ചോദിച്ചിട്ട് ഇല്ലാന്ന് തങ്ങളുടെ ശീലത്തിൽപ്പെട്ടതല്ലായിരുന്നു. തങ്ങൾ ധർമ്മം ചെയ്യായിരുന്നു. നബിതങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം റമളാനിന് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അധികമായി ധർമ്മം ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? ധർമ്മം ചെയ്യണം, സദക്ക ചെയ്യണം. ചെയ്യും ഇൻഷാ അല്ലാഹ്. സക്കാത്തല്ല. എന്തല്ല? സക്കാത്തല്ല. എല്ലാവരും റമളാനിലേക്ക് സക്കാത്തിനെ കൊണ്ടുവരും. റമളാൻ സക്കാത്തിന്റെ മാസമല്ല. റമളാൻ സൗമിന്റെ മാസമാണ്. സക്കാത്തിന്റെ മാസം ഏതാ? ശഅബാനോ? എല്ലാ മാസവും എന്തിന്റെ മാസമാണ്? ഒരാൾ എന്നാ കച്ചവടം ചെയ്തത് അന്നാണ് അയാളുടെ, എന്നാണ് അയാൾ സമ്പന്നനായത്, സക്കാത്ത് കൊടുക്കാനുള്ള നിസാബ് പൂർത്തിയാക്കിയത്, ആ മാസമാണ് അയാളുടെ മാസം. ശഅബാൻ ആവാം, ജമാദുൽ ഊലാവാം, ജമാദുൽ ഉഖറാവാം, അന്നാണ് കൊടുക്കേണ്ടത്. പിന്നെന്താണ് റമളാനിൽ എത്തിയത്? എന്താ നിങ്ങൾക്കറിയോ? ഞാൻ ഇവിടുന്ന് ഈ പീഡിയക്കാരോട് ഒരു 500 രൂപയ്ക്ക് സാധനം വാങ്ങി. ഇനിയിപ്പോൾ ആകെ റമളാനിൽ എത്ര സമയമുള്ളത്? കൂടിപ്പോയ ഒരാഴ്ചയുള്ളത്. ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ അയാളോട് പറഞ്ഞ് തരട്ടോ എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ അയാൾ ചോദിച്ചാൽ നാളെ മറ്റന്നാളോട് തരുന്നാണ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ റമളാനാണ്. റമളാനിൽ അത് കൊടുത്താൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? പറയും. ഭയങ്കര കൂലിട്ടും. കാരണം റമളാനിലല്ല കൊടുക്കണേ. അതുകൊണ്ട് ഭയങ്കര കൂലിട്ട് പറഞ്ഞിട്ട് അയാൾ 500 രൂപ ഈ ഒരാഴ്ച പിന്തിപ്പിച്ചാൽ അതിന്റെ പേര് കൂലിയല്ല കിട്ടുക. എന്താ കിട്ടുക? കുറ്റാണ് കിട്ടുക. കാരണം അയാൾ എന്നോ ആവശ്യക്കാരനാണ്. അയാൾ ഇന്റെ പൈസ ഇട്ടിട്ടാണ് അയാൾക്ക് വേറെ സാധനമൊക്കെ വാങ്ങിയിട്ടേക്കാൻ. മനസ്സിലായി നിങ്ങൾക്ക്? ഇതേപോലെ സക്കാത്ത് പാവങ്ങളുടെ അവകാശമാണ്. അത് നീട്ടിച്ച് റമളാനിൽ കൊടുത്താൽ കൂലിയല്ല കിട്ടുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ്? അതുകൊണ്ട് ഒരാൾ പറയണേ, ഏതായാലും ഇനിയിപ്പം ഒരാഴ്ചയല്ലേ ഉള്ളൂ, ഇനി 100 അസറൊന്നും ഇപ്പം നിസ്കാരമില്ലായിരുന്നു. എന്ത് വെച്ച് റമളാൻ വരില്ലേ? ഒരു ഫർദിന് എത്ര ഉണ്ട്? 70 ഉണ്ട്. അതുകൊണ്ട് ഒക്കെ ഇനി റമളാനിൽ എന്താക്കാം? ഒരാഴ്ചന്റെ മുഴുവൻ നിസ്കാരം ഞാൻ അവിടുന്ന് നിസ്കരിച്ചാറിന എന്താ കഥ? അല്ല, ദൂറിനകത്ത് ദൂർ നിസ്കരിക്കണം, അസറിനകത്ത് അസർ നിസ്കരിക്കണം. അത് പിന്തിക്കാൻ പറ്റില്ല. ഇതേപോലെ സക്കാത്തിന്റെ സമയം സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് കൊടുക്കാതിരിക്കൽ അക്രമമാണ്. നമ്മളെ പൈസ അല്ലത്, ആണോ? അതുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. സക്കാത്ത് എന്തായാലും ഈ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും, ഒരു കുട്ടി പോലും ഇതൊന്നും ഒഴിവാവരുത്. നിങ്ങൾക്ക് വിശ്വാസയോഗ്യനായ ആലിം, അതാരും ആവാം, ആ ആലിമിന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ പറയണം, ഇതാ എനിക്ക് ഇത്ര റുപ്യ ശമ്പളമുണ്ട്, എനിക്ക് 25,000 രൂപ അല്ലെങ്കിൽ 18,000 രൂപ, ഇത് 12,000 രൂപ ശമ്പളമുണ്ട്, എന്റെ ഇതിങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇത്ര തേങ്ങട്ടി അതിന് ഇത്ര പൈസ ഇട്ടു, ഇങ്ങനെയൊക്കെയാണ് എന്റെ ചെലവ്, ഇങ്ങനെയാണ് എന്റേത്, ഒരു കൊല്ലത്തിൽ എന്റെ മാസം ഇല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ 12 മാസം ഉള്ളത്, ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനാണോ? നിങ്ങൾ സ്വന്തം തീരുമാനിക്കരുത്. എന്ത് ഞമ്മക്കൊന്നും സക്കാത്തില്ല, അത് നിങ്ങൾ തീരുമാനിക്കരുത്. അതാര് തീരുമാനിക്കട്ടെ? പറയുന്നത് ഒരു ആലിം, ഇതിനെക്കുറിച്ച് സക്കാത്തിനെ കുറിച്ച് അറിയുന്ന ഒരു ആലിം തീരുമാനിക്കട്ടെ. അദ്ദേഹം പറയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട, നമുക്ക് സമാധാനമായിട്ട് നിൽക്കാം. അല്ല, അയാൾ പറയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇത്ര ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇത്ര സക്കാത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ അത്ര സക്കാത്ത് കൊടുക്കണം. മനസ്സിലായി? ഇത് ചോദിക്കൂല നമ്മളെന്നെ സ്വന്തം 10 കൊടുക്കണ്ട, ഞാൻ എന്റെയിലൂടെ പൈസ. ചിലവുണ്ടാവും ഒരു 5 കോടി രൂപന്റെ ബില്ലിംഗ് ഉണ്ടാവും, അതങ്ങനെ വിൽക്കാൻ വേണ്ടി വാങ്ങിട്ടേക്കും. പക്ഷെ ₹1 ചങ്ങായിന്റെ വേറെ എണ്ണ അടിച്ചാൽ ചിലപ്പോൾ 500 രൂപ ആരോടെങ്കിലും വാങ്ങിയിരിക്കും. ഓൻ പറയാം ഞാൻ ദരിദ്രനാണ്, എനിക്കൊന്നും കൊടുക്കാനില്ല എന്ന്. അവിടെ എത്തും അറിയാം ഓൻ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായാൻ പറഞ്ഞേ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആലിമീങ്ങളോട് ചോദിക്കണം. മനസ്സിലായില്ലേ? ഈ കാര്യത്തെപ്പറ്റി വിവരമുള്ള, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആള് ഇന്ന ആളോട് ചോദിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അയാൾ നിങ്ങളെ ആഖിറത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ സൂക്ഷ്മതയുള്ള ഒരു ആലിമാണ് തോന്നിയാൽ അയാളോട് ചോദിച്ചിട്ട് ആ കാര്യത്തിൽ തീരുമാനിക്കണം. ഒരു കുട്ടി പോലും ഇതൊന്നും ഒഴിവാവരുത്. അത് നിങ്ങൾക്ക് എത്ര ഉറപ്പാണ് എനിക്കില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ചോദിക്കണം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വേറെ സാധനങ്ങൾ കിട്ടും. മനസ്സിലായോ? അതുകൊണ്ട് സക്കാത്ത് വേറെയാണ്, സദക്ക ചെയ്യണം. നബിതങ്ങളുടെ ശാസ്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ സദക്ക ചെയ്ത മാസമാണ് റമളാൻ. അതുകൊണ്ട് പാവങ്ങൾക്ക്, കുടുംബക്കാർക്ക്, ഇളയമക്ക്, നമ്മളെ ഇളയന്മാരുണ്ടാവും, നമ്മളെ അമ്മായികളുണ്ടാവും, നമ്മളെ അമ്മമാരുണ്ടാവും, നമ്മളെ പെങ്ങളെ മക്കളുണ്ടാവും, നമ്മളെ അളിയന്മാരുണ്ടാവും, നമ്മളെ കൂട്ടുകാരുണ്ടാവും, നമ്മളായിട്ട് സ്നേഹബന്ധത്തിലുള്ള ആൾക്കാരുണ്ടാവും, ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. അവർക്കൊക്കെ കൊടുക്കുക. ഇനി പാവപ്പെട്ടവനല്ല, പണക്കാരനും എന്ത് ചെയ്യാ? ഹദിയ കൊടുക്കുക. ഫളായിലെ സദഖാത്ത് എന്ന് പറഞ്ഞ ഒരു കിതാബുണ്ട് ഷെയ്ഖുൽ ഹദീസിന്റെ. അതിലൊരു ഭാഗം തന്നെ എഴുതി, ഒരു ഭാഗമുണ്ട് പണക്കാർക്ക് ഹദിയ കൊടുക്കൽ എന്ന് പറഞ്ഞിട്ട്. എന്ത് കൊടുക്കല്? പണക്കാർക്ക് ഹദിയ കൊടുക്കുക. ഉദാഹരണത്തിന് റമളാൻ നമ്മളൊരു പോത്തർത്തു, എന്തിന്? അറ്റീക്കല്ല, പിന്നെ ആൾക്കാർക്ക് എന്ത് കൊടുക്കാൻ? എല്ലാവരും നല്ലൊരു ഇറച്ചുപത്തിരൊക്കെ തിന്നിട്ട് ഒരു ഹദിയ കൊടുക്കാൻ വേണ്ടി ഒരു പോത്തർത്തു. അതിൽ നാട്ടിൽ വലിയൊരു പൈസക്കാരുണ്ട്, അയാൾക്ക് കൊണ്ടു കൊടുത്തു. അയാൾ ചോദിച്ചു എന്താ മുടിയാഴ്ചയിൽ ചോദിച്ചു. മുടിയാഴ്ചയിലൊന്നുമില്ല, റമളാൻ ഇങ്ങനെ ഒരു കൂലിറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അർത്ഥം ഇങ്ങനെ കൊടുക്കാണ്.
അപ്പോ അയാളെ തലൻ്റെ ഉള്ളിൽ ഒരു സാധനം കത്തും. എന്ത്? പടച്ചോനെ, ഇവനൊക്കെ ഒരു പോത്തിറക്കണം, ഞാൻ എത്ര പോത്ത് അറക്കണം. സത്യാണ്. ഒരാൾ കുറച്ച് മീൻ വാങ്ങിയിട്ട് എടുത്തു, വലിയ നല്ല അടിച്ചുപൊളി പോയ മീനോ അല്ലെങ്കിൽ വേറെ നല്ല മീൻ കണ്ടപ്പോൾ ഒരു വലിയ പൈസക്കാരന് ആകെ ഒരു 500 രൂപ ആവുള്ളൂ. ചിലപ്പോൾ അയാൾക്ക് 500 രൂപ കൊടുത്ത അയാൾ നാവിക്ക് ചവിട്ടും. പക്ഷേ മീൻ കൊണ്ടുപോയെടുത്ത അയാൾ എത്തുകൊണ്ടല്ലോ ഭയങ്കര സന്തോഷിക്കും. മാഷാ അല്ലാഹ് പറഞ്ഞൊക്കെ വാങ്ങിയേക്കും. പണക്കാർക്കും ഹദിയ കൊടുക്കും, പാവപ്പെട്ടവർക്കും കൊടുക്കും, എല്ലാവർക്കും ധർമ്മം ചെയ്യും. റമളാനിൽ നബിതങ്ങളുടെ സാഹസങ്ങൾ അധികമായി ചെയ്താണ്. അത്ര പുണ്യാണ്, അത്ര ബർക്കത്താണ്, അത്ര ഖൈറിന്റെ വാതിൽ തുറക്കും. അതുകൊണ്ട് കൊടുക്കാതിരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കൂലേ? കണ്ടോ, വേറെയുള്ളതിനൊക്കെ ഇൻഷാ അല്ലാഹ് കുറച്ചൊച്ചുണ്ടായി. ഇതിങ്ങനെ ഒരു കമ്മട്ട ഇൻഷാ അല്ലാഹ് കൊടുക്കൂല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് തരണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. നിങ്ങളെ പറച്ചിലൊക്കെ ഇൻഷാ അല്ലാഹ് കേട്ടിട്ട് ഇയാൾക്ക് കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. ഇതൊന്നും വേണ്ട, നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങളെ ആളാമക്കും മൂത്തമ്മക്കും കുടുംബത്തിലൊക്കെ നിങ്ങൾക്കൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? ആരൊക്കെ കൊടുക്കുക? ഒന്ന് കൈ എന്തിച്ചാ നിങ്ങൾ മുട്ടൊക്കെ നിർത്തി പൊന്തിച്ചോളി. അല്ല കണ്ടുകൊടുക്കണം. റെഡിയല്ലേ? കൈ താത്തല്ലിട്ടോ, ഒറ്റ മിനിറ്റ് പൊന്തിച്ചോളി. ഒരു കാര്യങ്ങൾ ആലോചിച്ചോളി. എനിക്ക് തന്നതൊക്കെ അല്ലാണ്. ഈ ഇരിക്കണ നമുക്കൊക്കെ, നമ്മളൊക്കെ കഷ്ടപ്പാടുള്ളവരായിരിക്കും, ഒരുപാട് പ്രതിസന്ധി ഉണ്ടാവും. എന്നാലും നമ്മളൊരു കാര്യം വിചാരിച്ചാൽ അത് പലപ്പോഴും നമ്മൾ നടപ്പിലാക്കലുണ്ട്. ഫ്രിഡ്ജ് കേടുന്നു. അപ്പോൾ ആരും ഫ്രിഡ്ജ് കേടുന്നു, റമളാനൊക്കെ വരണട്ടോ പറഞ്ഞാൽ നമ്മൾ എവിടെന്നെങ്കിലും പൈസ സംഘടിപ്പിച്ച ഒരു ഫ്രിഡ്ജ് വാങ്ങും. അത് പൈസ ഉണ്ടായിട്ടല്ല, അത് വാങ്ങണം. ഇതേപോലെ റമളാനിൽ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഒരു സംഖ്യ കൊടുക്കും. ആ സംഖ്യ എത്രയാന്ന് ഇപ്പം നിങ്ങൾ കൈ പൊന്തിച്ച് മനസ്സിലാലോചിച്ചോളി. ഞാൻ റമളാനിൽ എന്തായാലും കൊടുക്കുക. തീരുമാനിച്ചില്ലേ? ഇല്ല, ഇൻഷാ അല്ലാഹ് ഇല്ല. തീരുമാനിച്ചില്ലേ? വലിയ തന്നെ ആയിക്കോട്ടെ, 2.5 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ തീരുമാനിച്ചോളി. അതിനനുസരിച്ച് ഓരോരുത്തർക്ക് പറ്റുന്നത്. അല്ലാണ്ട് 1000 2000 ഒന്നും ആലോചിക്കണ്ട. കഴിയുന്നല്ലോ അത്ര ചെയ്തോളി. ഇനി 100 200 ആളുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. തീരുമാനിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്തായാലും റമളാനാവുമ്പോൾ കൊടുക്കണം. ഇനിയിപ്പോൾ ഒരാൾ 2 ലക്ഷം ആലോചിച്ചിന്, റമളാനായപ്പോൾ 4 ലക്ഷം കൊടുക്കാൻ വിചാരിച്ചാൽ അന്ന് കുബേന്ന് നിയത്ത് ചെയ്താണ്ട് 2 ലക്ഷം ഒരു ഉറുപ്പ്യ ഏറെ അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. കൊടുക്കല് ഭയങ്കര ആരാണ്. അള്ളാഹ് ചില സമയമുണ്ട്, ആ സമയം കബൂലാക്കും. അപ്പൊ അള്ളാഹ് നമുക്കത് തുറന്ന് തരാൻ തുടങ്ങും. അള്ളാഹ് തുറന്നു നിന്നാൽ ലോകത്തൊരാൾക്കും തടുക്കാൻ കഴിയില്ല. പൈസ ഉണ്ടാക്കാൻ ടെക്നോളജി ഒന്നുമില്ല, ടെക്നിക്കും ഇല്ല, എക്കണോമി പഠിച്ചുകൊണ്ടൊന്നും നടക്കൂല. ഇത് എവിടുന്ന് കിട്ടാനുള്ളതാണ്? അള്ളാന്റെ നിന്ന് കിട്ടാനുള്ള. അതുകൊണ്ട് റമളാനിൽ നിങ്ങൾ കൊടുക്കണം. കൊടുക്കൂല ഇൻഷാ അല്ലാഹ്. പെങ്ങന്മാരോ പാവപ്പെട്ടവരോ അയൽവാസികളോ കൊടുക്കാൻ ഒരു വലിയ എമൗണ്ട് നമ്മളിങ്ങനെ ഇപ്പം ചെറുതാണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചിട്ട് വലുതാക്കാൻ പറ്റുമെങ്കിൽ വലുതാക്കിക്കോളി. ആരും അറിയണ്ട. എത്രത്തോളം ഭാര്യ വരെ നിങ്ങൾ പറയില്ല, പേടിയാണ്. ചിലപ്പോൾ ഓളയിലേക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കലില്ലേ, കിട്ടണ്ട ഇവിടുന്ന് എന്നൊക്കെ കഴിക്കും. അതുകൊണ്ട് ഭാര്യ വരെ അറിയണ്ട. ഓളൊക്കെ അറിഞ്ഞാൽ അതിൻ്റെ കെടുതികളും പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ടാവും. അതുകൊണ്ട് ഭാര്യമാര് വരെ അറിയാതെ രഹസ്യമായി കൊടുത്തേക്കും. നിങ്ങളെ റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി. കൊടുക്കൂല ഇൻഷാ അല്ലാഹ്. അതിന്റെ കൂട്ടത്തിലൊരു കാര്യം ഞാൻ പറയുന്നു. നമ്മളെ വീട്ടിൽ ഇപ്പൊ ചില വീട്ടിലൊക്കെ ഈ റമളാനിന് വേണ്ടിയിട്ട് എന്താക്കിയിട്ടുണ്ടോ പറഞ്ഞാൽ ഈ വാതിൽ കട്ടിൽ കഴുകാൻ, പാത്രം തുടക്കാൻ എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യലായിട്ട് ആരെ വിളിച്ചിട്ടുണ്ടാവും? ഏതെങ്കിലുമൊക്കെ സ്ത്രീകളൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ഓൽക്കൊരു 500 700 1000 ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. കൊടുത്തില്ലേ? ഇത് വർഷം മുഴുവൻ ഈ പണിയെടുക്കുന്ന ഒരാളുണ്ട്. എവിടെ? പെരേലി. നമ്മളെ പാത്രം കഴുകുക, നമുക്ക് ചോറെടുത്ത് തരിക, നമ്മളത് കയറുക. ആരാണ് ആള്? ഓല ആ ചോറിന്റെ ഒരു ബാക്കി ഓല് തിന്നും. പലപ്പോഴും നടുക്കണ്ടൊക്കെ തിന്നിട്ട് തലയും വാലും ഒക്കെ ആയിരിക്കും ആർക്കുണ്ടാകുക? പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുക. അയച്ചങ്ങൾ പാവാണ്. ഓല അതിൻ്റെ ഒരു ബാക്കിയൊക്കെ തിന്ന് ആ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ ജീവിക്കണം. സത്യത്തിൽ ഓൽക്കും ആഹ്റം വേണ്ടേ? ഓലോട് നിങ്ങൾ കരുണ കാണിക്കണം. എന്താ കരുണ കാണിക്കണ്ടേ? റമളാനിൽ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇത് നാവ് തുറന്ന് പറയണം. എന്താ നിങ്ങൾക്കറിയോ? ചിലപ്പോൾ ഉണ്ടാവും ഭാര്യമാര് നിങ്ങളോട് ചോദിക്കലുണ്ടോ എനിക്കറിയില്ല, ചോദിക്കലുണ്ടാവും. എല്ലാവരും ചോദിക്കും, നിങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. എവിടെയെങ്കിലും ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്കാരൻ്റെ ഒരു കല്യാണം നമ്മൾ വിളിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. എന്താ ചോദ്യത്തിന്റെ അർത്ഥം ആരെങ്ങൾക്ക്? എന്താ നിങ്ങളില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തക്കാളിയൊക്കെ താളിച്ച് ഒപ്പിക്കുക, അല്ലെങ്കിൽ രാവിലത്തെ കാര്യം കൊണ്ട് ഉച്ചത്തെ കാര്യം കൊണ്ടൊക്കെ ഒപ്പിക്കുക. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ മതി. അങ്ങനെയാണോ? അല്ലേ? എന്താ നിങ്ങൾ പറയാത്തേ? അങ്ങനെയാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഈ കാണുന്ന മഹാന്മാർക്ക് വേണ്ടിയിട്ടാണ് ഓലി മെനക്കടലൊക്കെ.
അതുകൊണ്ട് ഈ മഹാന് തൽക്കാലത്തേക്ക് റമദാനിൽ ആ കുപ്പായെന്ന് കഴിച്ചിട്ട് ഒന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി കൊടുത്താൽ ഐറ്റങ്ങൾക്ക് എന്തെങ്കിലും അമലൊക്കെ ചെയ്യാൻ പറ്റും. ചിലർ സമൂസ ഉണ്ടാക്കിയില്ല, ഇതുണ്ടാക്കിയുള്ളൂ, ഇതങ്ങനെ ചില ഉപ്പ് കയറിയതിന് വരെ ചീത്തറിയ ചില നോമ്പാണ്. അക്രമിയാണോ അവനൊക്കെ? അവൻ പെരും അക്രമി. അതുകൊണ്ട് സമൂസങ്ങൾ ഫുള്ളുണ്ടാക്കിക്കോളി. റമദാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ കട്ടിലേറ്റ് ഫുള്ളുണ്ടാക്കിക്കോളി. ഇപ്പത്തേക്കും കുറവൊന്നുമില്ല, ഉണ്ടോ? പൊക്കെ ഉണ്ടാക്കല്ലേ. റമദാൻ ഓലോട് പറയാ എന്തെങ്കിലും ചാറൊക്കെ ഉണ്ടാക്കിയാൽ മതി. എൻ്റെ ഈ ഭാഗത്തിന് ഒരു കുറവുണ്ടാണ്ട. നാളെ ആഖിറത്ത് വന്നിട്ട് ഇന്നെ പറയാൻ നിൽക്കണ്ട. ഈ ചെയ്ത് എന്ത് തന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ ഫ്രീ ആക്കി വിടി. ഞാൻ ഈ പറഞ്ഞ പോലെ പള്ളി വന്നിട്ട് മാഷാഅല്ലാഹ് ചെറിയ നോമ്പുറും കഴിഞ്ഞ് തറാവിയൊക്കെ നിസ്കരിച്ച് രാത്രിയൊക്കെ എത്താനാകുമ്പത്തിനും ഓൽക്കൂർ റാത്തേക്ക് ഓല എന്തെങ്കിലുമൊക്കെ അപ്പം ഉണ്ടാക്കി വെച്ച് ഖലാസ് ചെയ്യോ നിങ്ങൾ? ഇൻഷാഅല്ലാഹ് വേറെ ചെയ്യോ? ഇല്ലെങ്കിൽ ചങ്ങായിമാരെ ആഖിറത്തിൽ തെങ്ങൾ കുടുങ്ങുട്ടോ. ഉള്ള കാര്യം ഞാൻ അതേ പറഞ്ഞതാ. മറ്റൊരു കാര്യം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വേലക്കാരികൾക്കൊക്കെ എന്തെങ്കിലും നമ്മൾ കൊടുക്കും. നമ്മളെ ഭാര്യമാർക്ക് എന്തെങ്കിലും കൊടുക്കലുണ്ടോ? നിങ്ങൾ പറയും പണിക്ക് ഏതായാലും നിങ്ങൾ വിടൂല, എന്താ കൊടുക്കലുണ്ടോ? അതുകൊണ്ട് പറ്റെങ്കിൽ ഈ വാക്ക് പറ്റുമെങ്കിൽ എന്ന് ഞാൻ അടിവരട്ടിട്ട് പറയാണ്. ഈ റമദാനാവുമ്പോൾ ഓൾക്ക് എന്തെങ്കിലും നിങ്ങൾ കൊടുക്കും. ഒരു 5000 റുപ്യ, ഒരു 10,000 റുപ്യ, നിങ്ങളുടെ സാമ്പത്തിക സെറ്റപ്പ് അനുസരിച്ച് ഓൾക്ക് ഇത് കൊടുക്കുക. ഇത് ഞാൻ അനക്ക് തന്നു, ഇത് ജി എൻ്റെ ആഖിറത്തിന് വേണ്ടി. നിബിധങ്ങൾ സാഹസങ്ങൾ ഏറ്റവും കൂടുതൽ റമദാനിൽ ധർമ്മം ചെയ്യായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിന്റെ ആഖിറത്തിന് ഇവിടെ പെരയിൽ സാധനം വാങ്ങാനോ തക്കാളി വാങ്ങാനോ ഉള്ളി വാങ്ങാനോ ഒന്നും ചെയ്തെടുക്കണ്ട, ഒക്കെ ഞാൻ വേറെ തരാം. ഇത് ജി എൻ്റെ ആഖിർ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ ഐറ്റങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തേക്ക്. എന്നാൽ വീട്ടിൽ വരുന്ന ആൾക്കാരുണ്ടാവും, ഓല അഞ്ചത്തികളുണ്ടാവും, ചിലപ്പോൾ കുപ്പായം വാങ്ങിയിട്ടുണ്ടാവില്ല, ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒപ്പിക്കുകയാണെന്നൊക്കെ ഓലോട് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഓൽക്കാരനെ കഷ്ടപ്പെട്ടവർ, ഓൽക്കൊക്കെ ഓല കൊടുത്തോട്ടെ. ആർക്ക് വേണ്ടി? ഓല ആഖിറത്തിന് വേണ്ടി. ഇത്ര കൊല്ലം നമ്മളെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാരല്ലേ, കൊടുത്തൂടെ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടോ? ഇല്ല, ഉണ്ടോ? കൊടുക്കണ്ടേ? ഒരിത്ര പണിയെടുക്കില്ല വൈ. നമ്മൾ ഈ ഒരു ദിവസം കേൾക്കാൻ വരുന്ന ആൾക്ക് 1000 റുപ്യൊക്കെ കൊടുക്കും. അപ്പോൾ ഓൽക്ക് കൊടുക്കണ്ടേ? ആരെ? നമ്മളല്ലാണ്ട് ഓൽക്ക് വേറെ ആർക്കാ കൊടുക്കണേ? ഒരു വേറെ പണിക്കൊന്നും പോയില്ലല്ലോ. അപ്പോൾ ഒരു ഓല കുടുംബത്തിലും ആൾക്കാരുണ്ടാവൂലേ, ഓൽക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവൂലേ. ഇനി ഓൽ മക്കൾക്ക് കൊടുക്കണം, മക്കൾക്ക് കൊടുത്തോണം, ആർക്കും കൊടുത്തോട്ടെ. ആർക്ക് കൊടുത്താലും ഓൽക്ക് കൂലിയിട്ടും. എന്താ എൻ്റെ ആഖിറത്തിന് ചെലവാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു തുക റമദാനാവുമ്പോൾ നിങ്ങൾ ഓൽക്ക് കൊടുക്കണം. കൊടുക്കൂല? ഇൻഷാ അല്ലാഹ് കൊടുക്കോ? മാഷാ അല്ലാഹ്, അല്ലാഹ് കബൂലാക്കുമാറാവട്ടെ. പള്ളിയെ അലങ്കരിക്കണം, പള്ളിയിൽ നോമ്പ് തുറ, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. മൻ ഫത്തറ സായിമൻ കാന മഗ്ഫിറത്തൻ ലിദുനൂബിഹി വഇത്ഖ റഖബതിഹി മിനൻ നാർ. നബിതങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, ഒരാൾ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവൻ്റെ പാപങ്ങൾക്ക് അത് മോചനത്തിന് കാരണമാകും, നരകത്തുനിന്നും മോചനത്തിന് കാരണമാകും, അവൻ്റെ പാപത്തിന് പുറത്തു തരാൻ കാരണമാകും. അതുകൊണ്ട് പള്ളികളിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നോമ്പ് തുറപ്പിക്കാനുള്ള സിസ്റ്റം ഉണ്ടാക്കണം. പക്ഷെ പള്ളിക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ കൊണ്ടുവരുന്ന കണ്ട ഈത്തപ്പഴം മുഴുവൻ വാങ്ങിയിടരുതേ. കാരണം പല മനുഷ്യന്മാരും ആയിരിക്കും, ഇത് വേറെ തെബിലീകാരെ പള്ളിയാണ്, ഒരു കുറച്ചൊക്കെ സൂക്ഷ്മതയുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഇവിടുന്ന് നോമ്പ് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കും. കണ്ട ഏതെങ്കിലും ആറാമ് സമ്പാദിച്ചവൻ കൊണ്ടുവന്ന ഈത്തപ്പഴാണെങ്കിൽ ആ പാവത്തിൻ്റെ നോമ്പ് കൂടി പ്രസാദാക്കണ്ട. അതുകൊണ്ട് ഹലാൽ നോക്കിയിട്ട് മാത്രമേ വാങ്ങാവൂ. മനസ്സിലാകേണ്ട പോയി? ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഹലാൽ നോക്കണം. ഹലാൽ നോക്കാനുള്ള മാർഗം എന്താ? അതിന് പ്രത്യേകിച്ച് ഡിജിറ്റൽ സംവിധാനങ്ങളൊന്നുമില്ല. ഒന്നുകിൽ കൊണ്ടുവരുന്ന ആളോട് ചോദിക്കുക, ഞങ്ങളിങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ, ഹലാൽ മാത്രമേ വാങ്ങാവൂന്ന് ഇവിടുത്തെ ഒരു സിസ്റ്റം ഉള്ളതാണ്, നിങ്ങളെ സമ്പാദ്യം എന്താണ്? അയാൾ പറഞ്ഞത് ഇത് ഹലാലാണെന്ന് പറഞ്ഞാൽ മാഷാ അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവാണല്ലോ, അത് വെച്ചു പോകും. അതുകൊണ്ട് പള്ളിയിൽ നോമ്പ് തുറക്കാനുള്ള തർത്തീബുകൾ ഉണ്ടാക്കണം. ഏതെങ്കിലുമൊക്കെ പള്ളിക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും പള്ളികളിൽ ഇതൊന്നും സൂക്ഷ്മത ഇല്ലാത്ത പള്ളികളുണ്ടാകുക. അതിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ കൊണ്ടുപോയിട്ടോ അങ്ങനൊക്കെ യാത്ര പോവുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഈത്തപ്പഴം കൈമ വെച്ചാൽ നമ്മളെ നോമ്പ് സഹി സലാമത്തോടു കൂടി നമുക്ക് കൈമലാക്കാൻ പറ്റും. മനസ്സിലായി നിങ്ങൾക്ക്? ഒരു ഉപ്പി വെള്ളവും ഒരു ഈത്തപ്പഴം ഉണ്ടായ മാഷാ അല്ലാഹ് റാഹത്താണ്, ഒരു കുഴപ്പമില്ല. നമ്മളെ പള്ളികളിലൊക്കെ എപ്പോഴും നമ്മൾ ഈ കാര്യം സൂക്ഷിച്ചിട്ട് നോമ്പുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. നോമ്പിന് ദയവേദങ്ങൾ നിങ്ങൾ പിസ്കല്ലി കണക്ക് പറയും ചെയ്യല്ലേ. ഈ കണ്ട മുസ്ലിമീങ്ങൾ ഒരു നാട്ടിൽ ജീവിച്ചിട്ട് റമളാൻ മാസത്തിലെ ഒരു മനുഷ്യന് തിന്നാൻ കൊടുക്കണേന് എന്ത് പറയരുത്? നിങ്ങൾ പറയില്ലല്ലോ. കല്യാണത്തിന് ആടുമ്പോഴൊക്കെ കണ്ടമാനം വാരി എറിയുന്ന ആൾക്കാരില്ലേ, JCB കുത്തിയിട്ട് കുഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ മസ്ജിദിൽ ഒരു വരുന്ന മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കണേല്
അതുകൊണ്ട് ഊര് നിൽക്കും. അതിനകത്ത് കണ്ടമാനം കൊടുത്ത് തറാവിസ്കരിച്ചാൻ പറ്റുന്ന ഇടങ്ങേറാക്കാന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. വരുന്ന ആൾക്കാരെ ഒന്നും മുഖം നോക്കാതെ ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ആരുണ്ടാക്കണം? നമ്മളെ നാട്ടുകാരായ നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടാക്കൂല ഇൻഷാ അല്ലാഹ്. അതൊക്കെ ചെയ്യും. റമദാനെ സജീവാക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ റമദാനിന് ദൂറിന് സംസാരം ഉണ്ടാവില്ലോ. തീരുമാനമായിനോ?